Dear students, welcome to Learner's World. In this video, I'm going to talk about a documentary, A Question Hope, a documentary on the life of fishermen in Kerala, directed by J. Krishnan, FAUGP, MDC, Commerce and Management, Understanding Kerala, Narratives of Development, Commerce and Entrepreneurship, third semester, Calcutta University. J. Krishnan is a documentary filmmaker, television producer, and the founder of Motion Core Studios, established in 2014 in Kochi, Kerala. ജയകൃഷ്ണൻ ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ്, ടെലിവിഷൻ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം മോഷൻ കോർ സ്റ്റുഡിയോസ് 2014 കൊച്ചിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മോഷൻ കോർ സ്റ്റുഡിയോസിൻ്റെ ഫൗണ്ടറാണ്. ദെൻ സമ്മറി ഓഫ് എ ക്വസ്റ്റ്യൻ ഹോപ്പ്, എ ഡോക്യുമെൻ്ററി ഓൺ ദ ലൈഫ് ഓഫ് ഫിഷർമാൻ ഇൻ കേരള. A Question Hope is the debate, first time public release of a documentary film by Motion Core Studios. A Question Hope എന്ന് പറയുന്നത് ഒരു ഡിബേറ്റ് ഡോക്യുമെൻ്ററിയാണ്. ഡിബേറ്റ് ഡോക്യുമെൻ്ററി മീൻസ് ആദ്യമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ റിലീസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ടൈം ഡോക്യുമെൻ്ററിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഹോപ്പ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മോഷൻ കോർ സ്റ്റുഡിയോസ് ആണ്. ജയകൃഷ്ണനാണ് അതിൻ്റെ ഡയറക്ടർ. ദിസ് ഈസ് എ ജേർണി ത്രൂ ദ ലിവ്സ് ഓഫ് ഫിഷർമാൻ ഫോക്ക്, ഡയറക്ടഡ് ബൈ ജയകൃഷ്ണൻ. അപ്പോൾ ഇത് മുക്കുവന്മാരുടെ ഒരു ജീവിതകഥയാണ്, ജീവിത യാഥാർത്ഥ്യമാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അവരുടെ ഡെയിലി ലൈഫ്, അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെയാണ് അതിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇറ്റ് പോർട്രേസ് ദ ഡെയിലി എക്സ്പീരിയൻസസ്, ചലഞ്ചസ് ആൻഡ് കൾച്ചറൽ റിച്ച്നെസ് ഓഫ് കേരളസ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്, പെർട്ടിക്കുലർലി ഇൻ ദ ടൗൺ ഓഫ് മുനമ്പം. അപ്പോൾ മുനമ്പം ഹാർബറിലുള്ള അവിടുത്തെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുടെ ദൈനംദിന ജീവിതം, അവരുടെ അനുഭവങ്ങൾ, അവരുടെ ലൈഫിലുള്ള ചലഞ്ചസ്, അവിടുത്തെ ഒരു കൾച്ചറൽ റിച്ച്നെസ് ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫിലിം അബൌട്ട് ഫിഷിംഗ്, ഇറ്റ് ഈസ് അബൌട്ട് എ വേ ഓഫ് ലൈഫ്. A life dictated by the moods of the sea, by the cast of a net and the weight of fish catch, a life inherited, lived and passed on. ഇത് വെറും ഒരു ഫിഷിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിം അല്ല, അതായത് മീൻപിടുത്തത്തെ കുറിച്ചിട്ടല്ല, മറിച്ച് ഇതൊരു വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത വഴിയാണ്. അതായത് ഒരുപാട് ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ജീവിത വഴിയാണ്. അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരും അവരുടെയൊക്കെ ഒരു വേ ഓഫ് ലൈഫാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. The film opens with breathtaking visuals of Arabian Sea, calm, vast, unpredictable. അപ്പോൾ ഈ ഫിലിം ഓപ്പൺ ചെയ്യുന്നത് തന്നെ നല്ല വിഷ്വൽസ്, കാമായിട്ടുള്ള പരന്ന് കിടക്കുന്ന പ്രവചനാതീതമായിട്ടുള്ള അറേബ്യൻ സീയുടെ ആ ഒരു വിഷ്വൽസിലൂടെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഫോർ ദ ഫിഷർമാൻ ഓഫ് മുനമ്പം ദ സീ ഈസ് മോർ ദാൻ എ റിസോഴ്സ്. അതായത് മുനമ്പം ഹാർബറിലുള്ള ആ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സീ എന്ന് പറയുന്നത് ഒരു റിസോഴ്സ്, അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉറവിടം എന്നുള്ളതിന് അതീതമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീ എന്ന് പറയുന്നത്. The film captures visuals of pre-dawn boat launches, net mating rituals and spiritual offerings made to the sea. ഈ ഒരു ഫിലിം ഒരുപാട് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രഭാതത്തിൽ കടലിലേക്ക് ബോട്ട് ലോഞ്ച് ചെയ്യുന്നത്, അതുപോലെ വല നെയ്യുന്ന ആ ഒരു റിച്വൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ദ സെൻട്രൽ തീം ഓഫ് ദ ഫിലിം ഈസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേൺ ആസ്പിരേഷൻ. ഇതിൽ സെൻട്രൽ തീമായിട്ട് വരുന്നത് അതായത് ട്രഡീഷനും മോഡേൺ ആസ്പിരേഷനും, അതായത് ന്യൂ ജനറേഷൻ ഡ്രീംസും തമ്മിലുള്ള ഒരു ടെൻഷൻ ഇതിൽ ഒരു തീമായിട്ട് വരുന്നുണ്ട്. ജയകൃഷ്ണൻ ഡോക്യുമെൻറ്റ്സ് ജനറേഷണൽ ഷിഫ്റ്റ് വിത്ത് സെൻസിറ്റിവിറ്റി, ഇല്ലുസ്ട്രേറ്റിംഗ് ഹൗ മോഡേണൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആർ ചേഞ്ചിങ് ദ ആസ്പിരേഷൻസ് ഓഫ് ഫിഷിംഗ് ഫാമിലീസ്. അതുപോലെ ഇതിൽ ബ്യൂട്ടിഫുള്ളായിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, മോഡേണൈസേഷനും എഡ്യൂക്കേഷനും ഒക്കെ വന്നതോടുകൂടി ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ, അതായത് ന്യൂ ജനറേഷൻ്റെ
ഡ്രീംസ് ആസ്പിരേഷൻസും ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഒരു തലമുറ ഈ ഒരു മുക്കുവന്മാരായിട്ട് ജീവിച്ചു, അവരുടെ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തു. ന്യൂ ജനറേഷൻ അവർക്ക് ഒരുപാട് ഡ്രീംസും ആസ്പിരേഷൻസും ഉണ്ട്. മോഡേണൈസേഷൻ അതുപോലെ എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. Every net cast into the ocean carries with it silent prayer for food, for income, for survival. അതായത് ഓരോ കടലിലേക്ക് ഓരോ വല എറിയുന്ന സമയത്തും ഒരു സൈലൻറ്റ് പ്രയറാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് അവരുടെ വരുമാനം, അവരുടെ സർവൈവൽ, അവരുടെ അതിജീവനം, ഇതൊക്കെയാണ് അതിലുള്ള ഒരു സൈലൻറ്റ് പ്രയറായിട്ട് വരുന്നത്. ദ ഫിഷർമെൻ ഓഫ് മുനമ്പം ഡു നോട്ട് ചേസ് വെൽത്ത്, ദേ ചേസ് ഡിഗ്നിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. അതായത് ആ ഒരു മുനമ്പത്തിലുള്ള ആ മീൻപിടുത്തക്കാർ, ആ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റി, അവരൊരിക്കലും വെൽത്തിന് പുറകെ അല്ല. അതായത് അവർ റിച്ച്നെസ് മാത്രമല്ല അവർ ലക്ഷ്യം വെക്കുന്നത്. അവരവരുടെ ഡിഗ്നിറ്റിയും അവരുടെ കമ്മ്യൂണിറ്റിയൊക്കെയാണ് മുറുകെ പിടിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ദ ഡോക്യുമെൻ്ററി ഡസ് നോട്ട് റൊമാൻറ്റിസൈസ് പോവേർട്ടി. അതായത് പോവേർട്ടിയുടെ ഇതിൽ റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല ഈ ഡോക്യുമെൻ്ററിയിൽ. ഇറ്റ് റിവീൽസ് ഇറ്റ്, എക്സാമിൻ ഇറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് ഇറ്റ് വിത്ത് ദ റിച്ച്നെസ് ഓഫ് കൾച്ചർ. പക്ഷേ ഈ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ ആ ഒരു പോവേർട്ടി വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അത് സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു കൾച്ചറിൻ്റെ ആ ഒരു റിച്ച്നെസ്സുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. In the face of climate change, decreased fish populations and modern pressures, these communities adapt sometimes painfully but always with hope. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ, കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫിഷിൻ്റെ ഡിക്രീസ് കാണാൻ കഴിയും. അതായത് മതിയായ തരത്തിലുള്ള ഫിഷ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അതുകൂടാതെ മോഡേൺ പ്രഷേഴ്സ് ഒക്കെ ഈ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റി പെയിൻഫുള്ളി ഒരുപാട് അവർ സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോഴും അവർക്ക് എന്തുണ്ട്, ഒരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് പറയുന്നത്. ദർ ആർ ഡേയ്സ് ദ ഓഷ്യൻ ടേക്സ് മോർ ദാൻ ഇറ്റ് ഗിവ്സ്. അതായത് ചില ദിവസങ്ങളിൽ കടൽ നമുക്ക് തരുന്നതിന് പകരമായിട്ട് കടൽ ഒരുപാട് ജീവനുകൾ എടുക്കുമെന്നാണ് പറയുന്നത്. ഫാമിലീസ് ഹാവ് ലോസ്റ്റ് ഫാദേഴ്സ്, സൺസ് ആൻഡ് ബ്രദേഴ്സ് ടു ഹെർ ഡെപ്ത്. അതായത് കടൽ ചില ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഫാദേഴ്സ്, സൺസ്, ബ്രദേഴ്സ്, ഇവരൊക്കെ എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്, ഓവർ ഫിഷിംഗ് ആൻഡ് ഗവൺമെൻറ് പോളിസീസ് ഹാവ് ഓൾ കോൺട്രിബ്യൂട്ടഡ് ടു ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ഫിഷ് സ്റ്റോക്സ് ആൻഡ് ഇൻകംസ്. അതായത് ഈ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ, അതായത് നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുപോലെ ഓവർ ഫിഷിംഗ്, ഗവൺമെൻറ് പോളിസീസ്, ഇതൊക്കെ ഫിഷിൻ്റെ സ്റ്റോക്ക് ഡിക്രീസ് കുറയാൻ കാരണമാകും. അതുപോലെ തന്നെ അവരുടെ ഇൻകം നിലക്കാനൊക്കെ കാരണമാകുന്നുണ്ട്. ഇൻ്റർവ്യൂസ് വിത്ത് ലോക്കൽ ഫിഷർമാൻ ഹൈലൈറ്റ് ദീസ് ഇഷ്യൂസ്, റിവീലിംഗ് എ സെൻസ് ഓഫ് ഫ്രസ്ട്രേഷൻ. അതായത് അവിടെയുള്ള ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ നമുക്ക് കാണാൻ കഴിയും, അവിടെയുള്ള കുറച്ച് ലോക്കലായിട്ടുള്ള ഫിഷർമാൻ, ഈ മീൻപിടുത്തക്കാരെ മാറ്റി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഇഷ്യൂസൊക്കെ. ക്ലൈമറ്റ് ചേഞ്ച്, ഓവർ ഫിഷിംഗ്, ഗവൺമെൻറ് പോളിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇൻകം ഇല്ലാതാകും. അതുപോലെ മീനിൻ്റെ ലഭ്യത കുറയും. അതൊക്കെ അവരൊരു ഫ്രസ്ട്രേഷനിലാണ് ആ സമയത്ത് ആ ഇൻ്റർവ്യൂവിൽ അവർ പ്രകടിപ്പിക്കുന്നത്. A question hope is more than just a documentary. It is a social document, an environmental statement and a tribute to human endurance. Question hope എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററിക്ക് അതീതമായിട്ട് ഒരു സോഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. ഒരു സാമൂഹ്യ ഒരു റിട്ടൺ ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഹോപ്പ് എന്ന് പറയുന്നത്. It's a quiet masterpiece with a loud message behind every plate of fish is a life of struggle, a sea of memories and a quest always for a hope. ഈ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഈ ഒരു ഡിബേറ്റ് ഡോക്യുമെൻ്ററി നമുക്ക് ഒരു ലൗഡ് മെസ്സേജ് നൽകുന്നുണ്ട്. അതായത് ഓരോ പ്ലേറ്റ് ഫിഷിന് പിറകിലും ഒരു ലൈഫ് ഓഫ് സ്ട്രഗിൾ ഉണ്ട്. അതായത് ഒരു ജീവിത പ്രാരാബ്ദം, ഒരു ജീവിതത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരു കടലോളം മെമ്മറീസ് ഓരോ പ്ലേറ്റ് ഫിഷിൻ്റെയും പിറകിലുണ്ട്. അതുപോലെ ഒരു ക്വസ്റ്റ് ഉണ്ട്, ഒരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് എന്നാണ്